Hi everyone. IELTS reading in the രണ്ട് പ്രധാനപ്പെട്ട strategies ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. They are skimming and scanning. Let's start with skimming. നമുക്ക് തന്നിരിക്കുന്ന ഒരു പാസേജ് പെട്ടെന്ന് വായിച്ച് അതിന്റെ ഒരു ജനറൽ ഐഡിയ മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് സ്കിമ്മിംഗ് എന്ന് പറയാം. പാസേജിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ഇൻഫർമേഷൻ ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നതാണ് ഇതിന്റെ പർപ്പസ്. അപ്രോക്സിമേറ്റ്ലി 20 minutes ആണ് നമുക്ക് ഒരു പാസേജിന് ലഭിക്കുക. ഈ 20 minutes effective ആയിട്ട് യൂസ് ചെയ്യാൻ സ്കിമ്മിംഗ് നമ്മളെ സഹായിക്കും. Let's move on to scanning. ഒരു സെന്റൻസിലെ കീവേഡ് അല്ലെങ്കിൽ അതിലെ മേജർ ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന വേർഡ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് സ്കാനിങ് എന്ന് പറയാം. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിലെ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്ത് അല്ലെങ്കിൽ അതിലെ മേജർ വേർഡ്സ് അല്ലെങ്കിൽ മേജർ ഇൻഫർമേഷൻ ഉള്ള വേർഡ്സ് മനസ്സിലാക്കി കഴിഞ്ഞ് അതിനെ ആൻസർ ആയിട്ട് ലിങ്ക് ചെയ്യുന്നതാണ് സ്കാനിങ്ങിന്റെ പർപ്പസ്. സ്കാനിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് തിങ്, നമുക്കൊരു പാസേജ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ അതിലെ ഹെഡിങ്സ് ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും പാസേജിൽ എന്താണ് പറയാൻ പോകുന്നതെന്ന്. നെക്സ്റ്റ് തിങ് ഇസ്, ക്വസ്റ്റ്യൻ വായിക്കുമ്പം അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ പേരായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡേറ്റ് ആയിരിക്കാം, അതോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേരായിരിക്കാം. ഇതൊക്കെ മേജർ ഇൻഫർമേഷൻ ആണ്. അപ്പം ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ പാസേജിൽ നമുക്കിത് കണ്ടുപിടിക്കേണ്ട പ്രയാസം മാത്രമേ ഉണ്ടാവുള്ളൂ. തേർഡ് തിങ് ഇസ്, എക്സാക്ട് വേർഡ് തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. ക്വസ്റ്റ്യനിൽ തന്ന വേർഡിന്റെ സിനോണിംസ് ആയിരിക്കും ചിലപ്പം പാസേജിൽ ഉണ്ടാവുക. സിനോണിം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം മീനിങ് ഉള്ള മറ്റൊരു വാക്ക്. സോ ഈ 3 കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ സ്കാനിങ് കുറച്ചുകൂടി ഈസി ആയിരിക്കും. സ്കിമ്മിങ്ങും സ്കാനിങ്ങും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കോമൺ ആയിട്ടുള്ള ടിപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പ്രാക്ടീസ്. കൺസിസ്റ്റന്റ് പ്രാക്ടീസ്. IELTS റീഡിംഗ് റെഗുലർലി പ്രാക്ടീസ് ചെയ്യണം. അതോടുകൂടെ മിസ്റ്റേക്സ് വരുമ്പോൾ മിസ്റ്റേക്സ് മനസ്സിലാക്കി സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. രണ്ടാമത്തത്, ഹൈലൈറ്റിംഗ്. സ്കിമ്മിങ്ങും സ്കാനിങ്ങും ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻറ്റ് സെന്റൻസസ് ആൻഡ് കീവേഡ്സ് ഹൈലൈറ്റ് ചെയ്യണം. ഇത് ഒരേപോലെ ക്വസ്റ്റ്യനിലും പാസേജിലും ചെയ്യണം. മൂന്നാമത്തത്, പ്രാക്ടീസ് വിത്ത് റിലയബിൾ IELTS മെറ്റീരിയൽസ്. കേംബ്രിഡ്ജ്, മാക്മില്ലൻ പോലത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വേണം IELTS റീഡിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അതാകുമ്പോൾ എക്സാമിനേഷനിലുള്ള ഡിഫിക്കൽട്ടിയും പാറ്റേൺസും ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ സാധിക്കും. നാലാമത്തത്, എക്സ്പാൻഡ് വൊക്കാബുലറി. റീഡിംഗ് ചെയ്യുമ്പോൾ പുതിയ വാക്കുകൾ പഠിച്ച് നമ്മുടെ വൊക്കാബുലറി സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. സോ നമുക്കിനി നെക്സ്റ്റ് സെറ്റ് ഓഫ് ടിപ്സിലേക്ക് പോവാം. നമുക്കൊരു പാസേജ് കിട്ടുമ്പം നമ്മൾ ആദ്യം വായിക്കേണ്ടത് പാസേജ് അല്ല, മറിച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് അതിലെ കീവേഡ്സും മേജർ ഇൻഫർമേഷനും ഒക്കെ എന്താണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ആൻസറിലേക്കുള്ള ദൂരം വളരെ കുറവായിരിക്കും. സെക്കൻഡ് ടിപ്പ് ഇസ്, എത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും അധികം ടൈം അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യരുത്. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ടൈം നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പാസേജ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാൻ പറ്റിയെന്ന് വരില്ല. തേർഡ് ടിപ്പ് ഇസ് ടു ഡെവലപ്പ് റീഡിംഗ് ഹാബിറ്റ്. പാസേജ് വായിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ആയെന്ന് വരില്ല. നമ്മൾ ന്യൂസ് പേപ്പറിൽ വായിക്കുന്ന ന്യൂസ്, കോളംസ്, എസ്സേസ്, ഒരു സ്റ്റോറി ബുക്ക് വായിച്ചാൽ പോലും നമ്മുടെ റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യും. സോ കൺസിസ്റ്റന്റ് റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് റീഡിങ്ങിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റുള്ളൂ. മാത്രമല്ല വൊക്കാബുലറിയും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് ടിപ്പ് ഇസ് ടു സ്റ്റേ കാം. എത്ര ഈസി ആയിട്ടുള്ള എക്സാം ആണെങ്കിലും നമ്മുടെ ടെൻഷൻ കാരണം അത് കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. സോ കൂളായി കാമായിട്ട് വേണം എക്സാം ഫേസ് ചെയ്യാൻ. സോ ഇപ്പം പറഞ്ഞ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു IELTS വീഡിയോയുമായി വരുന്നത് വരെ ബൈ.